തൃശൂർ കോർപ്പറേഷന്റെ നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മാലിന്യ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. പാർക്കിംഗ് പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. തെരുവുനായ ശല്യത്തിനെതിരെ ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിലേക്ക് LDF നടത്തിയ മാർച്ച് അക്രമാസക്തമായി. നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറിയ സമരക്കാർ വരാന്തയിലെ ചെടിച്ചട്ടികൾ തല്ലിത്തകർത്തു. LDF നടത്തിയ അതിക്രമത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഫെൻസിംഗ് കാട്ടാനകൾ തകർത്തു. സൌരോർജ്ജ വേലിയുടെ 2 തൂണുകളാണ് ആനകൾ വളച്ചൊടിച്ചത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന പള്ളിവേട്ട ഭക്തി നിർഭരം. ഞായറാഴ്ച നടക്കുന്ന ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി പഴയ കൊച്ചിൻ പാലം ഓർമ്മയാകുന്നു. 110 വർഷം മുമ്പ് നിർമ്മിച്ച കൊച്ചിൻ പാലം പൊളിച്ചു നീക്കാൻ സർക്കാർ നടപടിയായി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് നൽകി കേരള വിഷൻ NH അൻവർ ട്രസ്റ്റ്. മന്ത്രി ആർ ബിന്ദു തൃശൂർ DMO ഡോക്ടർ TP ശ്രീദേവിക്ക് ആംബുലൻസിന്റെ താക്കോൽ കൈമാറി. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷന്റെ നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മാലിന്യ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. പാർക്കിംഗ് പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. തൃശൂർ കോർപ്പറേഷന് ഏറ്റവുമധികം വരുമാനം ലഭിക്കുന്ന നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അണ്ടർഗ്രൌണ്ടിലെ പാർക്കിംഗ് ഏരിയയിൽ സെപ്റ്റിക് മാലിന്യം അടക്കമുള്ള മലിനജലവും അഴുക്കും കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുന്നത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ശുചീകരണ തൊഴിലാളികൾ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. കെട്ടിക്കിടന്ന മലിനജലം പമ്പ് ചെയ്ത് നീക്കി ശുചീകരിച്ചു. ഇതോടെ പ്രദേശത്തെ ദുർഗന്ധത്തിന് താൽക്കാലിക പരിഹാരമായി. എന്നാൽ ബിൽഡിംഗിന്റെ ശോചനീയാവസ്ഥയും പാർക്കിംഗ് പ്രശ്നവും പരിഹരിക്കാനുള്ള നടപടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. തെരുവുനായ ശല്യത്തിനെതിരെ LDF മുനിസിപ്പൽ കമ്മിറ്റി ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. ഗേറ്റ് തള്ളിത്തുറന്ന് അകത്ത് കയറിയ സമരക്കാർ വരാന്തയിലെ ചെടിച്ചട്ടികൾ തല്ലിത്തകർത്തു. 50ഓളം പേരാണ് പോലീസ് ബന്ദോബസ്ത് മറികടന്ന് ഓഫീസിലേക്ക് ഓടിക്കയറിയത്. ചെയർമാന്റെ ചേംബറിൽ തള്ളിക്കയറിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. ഫ്രണ്ട് ഓഫീസിന് സമീപത്തെ കസേര വലിച്ചെടുത്ത് നിലത്തടിച്ചു. 6 ചെടിച്ചട്ടികൾ തല്ലിത്തകർത്തു. വിവരമറിഞ്ഞ് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി. റെസ്റ്റ് ഹൌസ് റോഡിലൂടെയാണ് LDF പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറിയത്. തുടർന്ന് നഗരസഭാ കവാടത്തിൽ പ്രതിഷേധ ധർണ നടത്തി. LDF നടത്തിയ അതിക്രമത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ചാലക്കുടിയിലധികം മനുഷ്യർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെടുന്ന രീതിയിലാണ് ഇന്ന് നഗരസഭയിലെ ഒരു പ്രതിഷേധ സമരം ഇവിടെ നമ്മൾ കാണാനായിട്ടാണ് വന്നത്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്തെ പൊതുമുതലൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ജീവനക്കാരെയും ഇവിടെ വന്നിട്ടുള്ള പൊതുജനങ്ങളെയും ഭീതിപ്പെടുത്തുന്ന രീതിയിൽ, ഭയാശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ, ഇവിടുത്തെ ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വളരെ മൃഗീയമായിട്ടുള്ള ഒരു പ്രതിഷേധ മുറയാണ് ഇന്നിപ്പോൾ ഇവിടെ കാണാനായിട്ടാണ് വന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, നിയമ നടപടി സ്വീകരിക്കണം. പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ അതിൻ്റെതായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പേ പിടിച്ച നായയുടെ അവസ്ഥയിലാണ് LDFുകാർ സമരം നടത്തിയതെന്ന് ചെയർമാൻ കുറ്റപ്പെടുത്തി. അതേസമയം പൊതുമുതൽ നശിപ്പിച്ചതിന് കണ്ടാലറിയാവുന്ന 15ഓളം പ്രവർത്തകരുടെ പേരിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ തെരുവുനായ ശല്യം രൂക്ഷം. സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലും ടിക്കറ്റ് കൌണ്ടറിന് സമീപവും ഏത് സമയവും നായ്ക്കളുണ്ടാകും. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഭീതിയോടെയാണ് ടിക്കറ്റ് എടുക്കാൻ വരി നിൽക്കുന്നത്. നായ്ക്കളെ തുരത്താൻ റെയിൽവേ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടാകാറില്ലെന്ന് ആക്ഷേപമുണ്ട്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഫെൻസിംഗ് കാട്ടാനകൾ തകർത്തു. സൌരോർജ്ജ വേലിയുടെ 2 തൂണുകളാണ് ശനിയാഴ്ച പുലർച്ചെ ആനകൾ വളച്ചൊടിച്ചത്. 4 തൂണുകൾ നേരത്തെ തകർത്തിരുന്നു. ഇതോടെ 14.5 കോടി രൂപ ചെലവ് ചെയ്ത് നിർമ്മിക്കുന്ന അതിരപ്പള്ളി ഏഴാറ്റുമുഖം പ്രദേശങ്ങളിലെ സോളാർ ഫെൻസിംഗ് സംവിധാനം പാഴ്വേലയാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന പള്ളിവേട്ട ഭക്തി നിർഭരമായി. വർഷത്തിൽ ആദ്യമായി ഭഗവാൻ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നിന്ന് പുറത്തേക്കിറങ്ങുക പള്ളിവേട്ട ദിവസമാണ്. ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്ര മതിൽക്കെട്ട് വിട്ട് പുറത്തിറങ്ങുന്ന ഭഗവാനെ കേരള പോലീസ് റോയൽ സല്യൂട്ട് നൽകി ആദരിച്ചു. തുടർന്ന് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പള്ളിവേട്ട ആൽത്തറയിലേക്ക് വേട്ടയ്ക്കായി പുറപ്പെട്ടു. പള്ളിവേട്ട ആൽത്തറയിൽ ദുഷ്ടമൃഗത്തെ വേട്ടയാടിയ ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. തുടർന്ന് പഞ്ചവാദ്യം നടന്നു.
ദേവസ്വം ഓഫീസിനു മുന്നിലുള്ള പന്തലിൽ എത്തിയ ശേഷം പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ ഭഗവാൻ പള്ളി ഉറക്കത്തിനായി ക്ഷേത്രത്തിൽ പ്രവേശിച്ചതോടെ പള്ളിവേട്ട ചടങ്ങുകൾ പൂർത്തിയായി. ഞായറാഴ്ച ആറാട്ട് നടക്കും. രാപ്പാൾ ആറാട്ടുകടവിലാണ് ആറാട്ട് നടക്കുക. ഉച്ചയോടെ ആറാട്ട് ചടങ്ങ് പൂർത്തീകരിച്ച ശേഷം തിരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടെ ഈ വർഷത്തെ ക്ഷേത്രോത്സവത്തിന് സമാപനമാകും. Attention! Good! Low! Up! Good! Royal salute! Present! Up! Good! Slow! Up! Good! Order! Up! Good. Break. Go. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിലെ ഈ വർഷത്തെ അവസാന ശീവേലി നടന്നു. വൻ ഭക്തജന തിരക്കാണ് ശീവേലി ദർശിക്കാൻ അനുഭവപ്പെട്ടത്. ശീവേലി അവസാനിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് 8 ദിനരാത്രങ്ങളിലായി നടക്കുന്ന പഞ്ചാരി മേളത്തിനും പരിസമാപ്തിയാകും. രാവിലെ നടന്ന ശീവേലിക്ക് കുട്ടൻകുളങ്ങര അർജുനൻ തിടമ്പേറ്റി. പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിലായിരുന്നു പഞ്ചാരി മേളം അരങ്ങേറിയത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശ്രീരാമ പട്ടാഭിഷേകം ഭക്തർക്ക് വേറിട്ട അനുഭവമായി. കൂടൽമാണിക്യം ഉത്സവത്തിന്റെ ഭാഗമായി 2ാം ഉത്സവ നാൾ മുതൽ വലിയ വിളക്ക് വരെ അവതരിപ്പിക്കുന്ന കഥകളിയിൽ ഭക്തിയും ആസ്വാദനവും നൽകുന്ന കഥയാണ് വലിയ വിളക്ക് നാളിലെ ശ്രീരാമ പട്ടാഭിഷേകം. കഥകളി കൂടൽമാണിക്യം ഉത്സവവുമായി ബന്ധപ്പെട്ട് 100-ലേറെ വർഷത്തെ പഴക്കമുണ്ട് പട്ടാഭിഷേകം കഥകളിക്ക്. കൂടൽമാണിക്യം ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രാമായണ കഥാസന്ദർഭം ആട്ടക്കഥയാക്കിയ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കൃതിയാണ് ശ്രീരാമ പട്ടാഭിഷേകം. വനവാസം കഴിഞ്ഞ് അയോധ്യയിലേക്ക് തിരിച്ചെത്തേണ്ട ശ്രീരാമാദികളെ കാണാഞ്ഞ് അഗ്നിപ്രവേശനത്തിനൊരുങ്ങുന്ന ഭരതന്റെ അടുത്ത് ശ്രീരാമന്റെ ആഗമന വാർത്ത ഹനുമാൻ അറിയിക്കുന്നതും ഭരതൻ സന്തുഷ്ടചിത്തനായി നിൽക്കുന്നതുമാണ് രാമായണത്തിൽ വിവരിച്ചിരിക്കുന്നത്. അങ്ങനെ സന്തുഷ്ടചിത്തനായിരിക്കുന്ന ഭരതനാണ് ശ്രീ കൂടൽമാണിക്യം പ്രതിഷ്ഠ. ഹനുമാന്റെ രംഗപ്രവേശം വെളിവാക്കുന്ന ശ്രീകോവിലിന്റെ തെക്കുഭാഗത്തുള്ള തിടപ്പള്ളിയിലെ ഹനുമാൻ സങ്കല്പവും ഇതിനോട് ചേർന്നു പോകുന്നതാണ്. പടിഞ്ഞാറെ നടപ്പുറയിൽ മേളം കഴിഞ്ഞാൽ സ്പെഷ്യൽ പന്തലിൽ പട്ടാഭിഷേകത്തിനായി വിളക്ക് കൊളുത്തും. പച്ച, കത്തി, കരി, താടി, മിനുക്ക് തുടങ്ങി കഥകളിയിലെ എല്ലാ വേഷങ്ങളും പട്ടാഭിഷേകത്തിന്റെ ഭാഗമായി അരങ്ങത്തെത്തും. ശ്രീരാമന്റെ പട്ടാഭിഷേകം ദർശിക്കാനും നേദ്യം സ്വീകരിക്കുവാനും ഭക്തജനങ്ങൾക്ക് ഈ അവതരണത്തിൽ സന്ദർഭമുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം വലിയ വിളക്ക് എഴുന്നള്ളിപ്പിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. നന്ദിക്കര സ്വദേശികളായ തേവർ മഠത്തിൽ വീട്ടിൽ ഗോപകുമാർ, കിഴുത്താണി വീട്ടിൽ അഭിജിത്ത് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ വലിയ വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെ പ്രതികൾ മേളക്കാരെയും ഭക്തജനങ്ങളെയും ശല്യം ചെയ്യുന്നത് കണ്ട് തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയാണ് പ്രതികളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയത്. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിച്ചിരുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി പഴയ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കാൻ നടപടിയായി. 110 വർഷം മുമ്പ് നിർമ്മിച്ച തകർന്നു കിടക്കുന്ന പഴയ കൊച്ചിൻ പാലമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നതിന് ഉത്തരവായിട്ടുള്ളത്. പുഴയിൽ വീണുകിടക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ അടിയന്തരമായി അവ നീക്കം ചെയ്യണമെന്ന് UR പ്രദീപ് MLA സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. K. രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലത്ത് പാലം പൊളിച്ചു നീക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 മാസം മുമ്പ് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിരുന്നു. ഈ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിബന്ധനകൾക്ക് വിധേയമായി പാലം പൊളിച്ചു നീക്കുന്നതിനായി സർക്കാർ ഉത്തരവായിരിക്കുന്നത്. പാലം പൊളിച്ചു നീക്കുന്ന പ്രവൃത്തി നിർവഹിക്കുന്നതിന്റെ ചുമതല പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നൽകിക്കൊണ്ടാണ് ഉത്തരവ്. എന്നാൽ പാലം സംരക്ഷിക്കണമെന്ന് അറിയിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് പറഞ്ഞു. 110 വർഷം പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു പാലമാണ് കൊച്ചിൻ പാലം. അതിൻ്റെ തുടക്കകാലത്ത് തന്നെ അത് തകരുമെന്ന സ്ഥിതി വന്നപ്പോൾ
അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും ഗവൺമെൻറ് പിന്നോട്ട് പോയില്ല. ആ പിന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇത്രമാത്രം തകർച്ച നേരിട്ടത്. അടുത്ത തലമുറയ്ക്ക് ഇതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇങ്ങനെയുള്ള സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഉപകരിക്കുന്ന രീതിയിൽ 100 വർഷം കടന്നു പോകുന്ന സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ഇതുപോലത്തെ സ്മാരകങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് പൊളിച്ചു നീക്കുക എന്നുള്ളതാണ്. ആ തരത്തിലേക്ക് പോയത് ശരിയായ നടപടിയല്ല. TCV ന്യൂസ് ചെറുതുരുത്തി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് നൽകി കേരള വിഷൻ NH അൻവർ ട്രസ്റ്റ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കേരള വിഷൻ ഡിജിറ്റൽ TV എന്നിവയുടെ സഹകരണത്തോടെയാണ് ആംബുലൻസ് കൈമാറിയത്. മന്ത്രി ഡോക്ടർ R. ബിന്ദു തൃശൂർ DMO ഡോക്ടർ TP ശ്രീദേവിക്ക് നൽകി ആംബുലൻസിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ, കേരള വിഷൻ MD PP സുരേഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അൽജോ പുളിക്കൻ, EK സദാശിവൻ, പുതുക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, NH അൻവർ ട്രസ്റ്റ് ട്രഷറർ K. വിജയകൃഷ്ണൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി P. ആന്റണി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KC ജിനീഷ്, പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുധാകുമാരി എന്നിവർ സംസാരിച്ചു. കാരുണ്യരംഗത്ത് കൈത്താങ്ങാകാൻ 23 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് കേരള വിഷൻ ആംബുലൻസ് സമർപ്പിച്ചത്. TCV ന്യൂസ്, പുതുക്കാട്. കയ്പമംഗലം കൂരിക്കുഴി കോഴിപ്പറമ്പിൽ കുടുംബക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. കൂരിക്കുഴി നിവാസികളായ ഗണപതി എന്ന് വിളിക്കുന്ന വിജീഷ്, കണ്ണൻ എന്ന് വിളിക്കുന്ന ജിത്ത് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി N. വിനോദ് കുമാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. കോഴിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി ഹനുമാൻ ക്ഷേത്രത്തിലെ പ്രധാന വെളിച്ചപ്പാടായ കൂരിക്കുഴി സ്വദേശി കോഴിപ്പറമ്പിൽ ഷൈനിനെയാണ് കൊലപ്പെടുത്തിയത്. 2007 മാർച്ച് 27 രാത്രി ക്ഷേത്രമതിലിനോട് ചേർന്നിരുന്ന് വിശ്രമിക്കുകയായിരുന്ന ഷൈനിനെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ്, അഡ്വക്കേറ്റ് ജെയിംസ്, എബിൻ ഗോപുരൻ എന്നിവർ കോടതിയിൽ ഹാജരായി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരിഞ്ഞനം പഞ്ചായത്ത് പ്രദേശത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ദേശീയപാത അധികൃതർ ഉറപ്പു നൽകി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വർഷക്കാലത്തുണ്ടാകുന്ന രൂക്ഷമായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയപാത അധികൃതർ സ്ഥലം പരിശോധിച്ച ശേഷമാണ് ജനപ്രതിനിധികൾക്ക് ഉറപ്പു നൽകിയത്. ദേശീയപാത വികസനത്തിനായി താൽക്കാലികമായി നികത്തിയ കൊറ്റംകുളം ഈ മാസം 30 മുമ്പ് തുറന്നു നൽകുമെന്നും ദേശീയപാത അധികൃതർ പറഞ്ഞു. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയത്തങ്ങൾ, വാർഡംഗം സുജ ശിവരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, CPM നേതാക്കളായ TK രാജു, PA സുധീർ എന്നിവർ സന്നിഹിതരായിരുന്നു. കടങ്ങോട് അരിക്കാട്ടുകുണ്ടിൽ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്നു. അരിക്കാട്ടിൽ വിനോദിന്റെ ഷീറ്റ് മേഞ്ഞ വീടാണ് തകർന്നത്. കാറ്റിൽ വീടിന് തൊട്ടടുത്ത് നിന്നിരുന്ന മരം കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ മേൽക്കൂരയും ഒരു വശവും പൂർണ്ണമായും തകർന്നു. വീട് തീർത്തും വാസയോഗ്യമല്ലാതായി. പഞ്ചായത്ത് അംഗം ബീന രമേശ് സ്ഥലം സന്ദർശിച്ചു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ യാത്ര കൂടുതൽ ദുസ്സഹമാകും. മഴയ്ക്ക് മുമ്പ് നിർമ്മാണ പ്രവൃത്തികൾ അവസാനിക്കില്ല. നിലവിൽ ഈ റൂട്ടിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. പുഴയ്ക്കലിലും പൂങ്കുന്നത്തുമാണ് ഏറെ കുരുക്ക് അനുഭവപ്പെടുന്നത്. ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ള പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായിട്ടില്ല. മഴ ശക്തമായാൽ റോഡ് സഞ്ചാരയോഗ്യമല്ലാതാകും. കുരുക്ക് നിയന്ത്രിക്കാൻ മതിയായ പോലീസിനെ നിയോഗിച്ചിട്ടില്ല. ശോഭ സിറ്റിയിലേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടാൻ ഈ ഭാഗത്ത് ട്രാഫിക് പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. ദേശീയപാതകളിലെ കുരുക്ക് ഒഴിവാക്കാൻ കൂടുതൽ തീവണ്ടി സൗകര്യം ഒരുക്കണമെന്ന് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തൃശൂർ എറണാകുളം ദേശീയപാതയിലും സംസ്ഥാന പാതകളായ കൊടുങ്ങല്ലൂർ, ഷൊർണൂർ, കുറ്റിപ്പുറം, തൃശൂർ എന്നിവിടങ്ങളിലും നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡ് ഗതാഗതത്തെ അക്ഷരാർത്ഥത്തിൽ കുരുക്കിലാക്കിയിരിക്കുകയാണ്. പണികൾ പൂർത്തിയാകാൻ നിരവധി മാസങ്ങൾ എടുത്തേക്കും. മഴക്കാലവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേനൽ അവധിക്ക് ശേഷം തുറക്കുന്നതും നിരത്തിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും. ഈ സാഹചര്യത്തിൽ തീവണ്ടികളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന വർദ്ധിച്ച തിരക്ക് ഇനിയും കൂടാനാണ് സാധ്യത. അതിനാൽ തൃശൂർ എറണാകുളം മേഖലയിലെ തീവണ്ടി യാത്രാ സൗകര്യം അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്ന് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു.
കേരള ജ്യോതിഷ പരിഷത്ത് കേന്ദ്രസമിതിയുടെ 53-ാം വാർഷിക പൊതുസമ്മേളനവും AVS പണിക്കർ സ്മാരക ദൈവജ്ഞ പുരസ്കാര സമർപ്പണവും വിവിധ പരിപാടികളോടെ തൃശൂരിൽ നടന്നു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനം കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമിനി ശിവാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. കേരള ജ്യോതിഷ പരിഷത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ അധ്യക്ഷത വഹിച്ചു. ജ്യോതിഷാചാര്യ പത്മനാഭ ശർമ്മയ്ക്ക് സ്വാമിനി ശിവാനന്ദപുരി ദൈവജ്ഞ പുരസ്കാരം സമർപ്പിച്ചു. ദേവി പ്രസാദ് തെക്കേടത്ത്, ശിവദാസ് നെല്ലങ്കര എന്നിവർക്ക് ജ്യോതിഷാചാര്യ, ബിരുദദാന സംഗീത സംവിധായകൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും തിരക്കഥാകൃത്ത് SN സ്വാമിയും ചേർന്ന് നിർവഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ, ജ്യോതിഷ പരിഷത്ത് ജനറൽ സെക്രട്ടറി കോലഴി സുരേന്ദ്ര പണിക്കർ, വൈസ് പ്രസിഡന്റ് KA നാരായണൻ, സെക്രട്ടറി ഉണ്ണിരാജൻ കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജ്യോതിഷ പരിഷത്ത് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ 22-ാം സംസ്ഥാന സമ്മേളനം തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ MK കണ്ണൻ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് AP ജോസ്, കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ, വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ B രാഗേഷ്, കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ES സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജീവിത സായന്തനത്തിൽ എത്തിച്ച കുടുംബത്തെയും ഒക്കെ പരിപാലിച്ചു പോന്നവർക്ക് ജീവിത സായന്തനത്തിൽ എല്ലാവരുമുള്ള സാമൂഹ്യനീതി സങ്കല്പനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടാണ്. സഹോദരങ്ങളുടെ പുസ്തക പ്രകാശനം ഒരേ വേദിയിൽ നടന്നു. എഴുത്തുകാരിയും അധ്യാപികയുമായ റീബ പോളിന്റെയും വൈദികനായ സഹോദരൻ ഫാദർ R V കപ്പൂച്ചിന്റെയും പുസ്തകങ്ങളാണ് ചിറനെല്ലൂർ കലാഗൃഹത്തിൽ പ്രകാശനം ചെയ്തത്. കവി ഡോക്ടർ C രാവുണ്ണി, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, ഫാദർ ഡോക്ടർ ജെയ്സൺ, കാളൻ കപ്പൂച്ചിൻ, ഡോക്ടർ MN വിനയകുമാർ എന്നിവർ സന്നിഹിതരായി. അഷ്ടമിച്ചിറയിൽ കിണറിൽ വീണ് തൊഴിലാളി മരിച്ചു. കൊറ്റനെല്ലൂർ സ്വദേശിയായ പാറേക്കാടൻ വീട്ടിൽ പോളി റപ്പായിയാണ് മരിച്ചത്. റിങ് താഴ്ത്തുന്നതിനിടെയാണ് അപകടം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:00 സംഭവം. മൃതദേഹം മാള സർക്കാർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഗൾഫിൽ ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട സ്വദേശി കാരയ്ക്കൽ കൊച്ചുമുണ്ടകത്തിങ്കൽ വീട്ടിൽ റോബിൻ സക്രിയയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടപ്പുറം കോട്ട സ്വദേശി പാലപ്പറമ്പിൽ വീട്ടിൽ ആബേൽ റോയിക്ക് സൗദി അറേബ്യയിലെ റിഗിൽ പ്രതിദിനം $50 ശമ്പളം വാഗ്ദാനം ചെയ്ത് ഇയാൾ 3,80,000 രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. സബ് ഇൻസ്പെക്ടർമാരായ K സാലിം, TM കശ്യപൻ, ASI രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അഴീക്കോട് അതിഥി തൊഴിലാളിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പണം കടം കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താൽ പശ്ചിമബംഗാൾ സ്വദേശിയായ ബുദ്ധദേവ് ഗൊറോയ് എന്നയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അഴീക്കോട് മേനോൻ ബസാർ സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ വിപിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 15-ാം തീയതി രാത്രിയിൽ മഞ്ഞളപ്പള്ളി പാലത്തിന് സമീപമായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ K സാലിം, പ്രൊബഷൻ SI വൈഷ്ണവ്, സബ് ഇൻസ്പെക്ടർ പ്രീജു, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിജോ ജോസഫ്, ഗോപകുമാർ, ഡ്രൈവർ CPO അഖിൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിന്റെ 48ാമത് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ആരംഭിച്ചു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ പ്രവീൺ സൂര്യവംശി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇസ്മയിൽ, ദേശീയ സെക്രട്ടറി ഡോക്ടർ റെഡ്ഡി ദിവാകർ, ഡോക്ടർ സന്തോഷ് ജോൺ അബ്രഹാം, ഡോക്ടർ മുഹമ്മദ് ഇസ്മയിൽ, ഡോക്ടർ മധു മുരളി, ഡോക്ടർ സുൽഫിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ശസ്ത്രക്രിയാ രംഗത്തെ പ്രഗത്ഭരായ നിരവധി ഡോക്ടർമാരും നവാഗതരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രമുഖ മെഡിക്കൽ സർജിക്കൽ കമ്പനികൾ പങ്കെടുക്കുന്ന വ്യാപാര പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. In Harappa, some of these things were discovered, and I have seen some of the exhibits, and it is true. കൊടുങ്ങല്ലൂരിൽ കടലിൽ തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തി. പുത്തൻപള്ളിക്ക് പടിഞ്ഞാറ് കടലിലാണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ കൈത്തണ്ടയിൽ പച്ച കുത്തിയ അടയാളമുണ്ട്. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.
വെങ്കിടങ്ങ് സ്വദേശികളായ സഹോദരന്മാരെ കാപ്പ ചുമത്തി നാടുകടത്തി. മേച്ചേരിപ്പടി ഉള്ളന്നൂർ മന സ്വദേശികളായ മരുത് വീട്ടിൽ വിപിൻ, വിഷ്ണു എന്നിവരെയാണ് തൃശൂർ റേഞ്ച് ഡിഐജിയുടെ കാപ്പ ഉത്തരവ് പ്രകാരം 6 മാസത്തേക്ക് പാവർട്ടി പോലീസ് നാടുകടത്തിയത്. ഇരുവരും പാവർട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ഞായറാഴ്ച തുടക്കമാകും. റവന്യൂ മന്ത്രി കെ രാജൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന വിപണനമേളയുടെ സ്റ്റാളുകളുടെ ഒരുക്കങ്ങൾ മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ വിലയിരുത്തി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടക്കുന്ന വിളംബര ജാഥ നടക്കുന്നതിനാൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ തൃശൂർ സ്വരാജ് റൌണ്ടിൽ വാഹന ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,401 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കോർപ്പറേഷന്റെ നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മാലിന്യ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. പാർക്കിംഗ് പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. തെരുവുനായ ശല്യത്തിനെതിരെ ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിലേക്ക് LDF നടത്തിയ മാർച്ച് അക്രമാസക്തമായി. നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറിയ സമരക്കാർ വരാന്തയിലെ ചെടിച്ചട്ടികൾ തല്ലി തകർത്തു. LDF നടത്തിയ അതിക്രമത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഫെൻസിംഗ് കാട്ടാനകൾ തകർത്തു. സൌരോർജ്ജവേലിയുടെ 2 തൂണുകളാണ് ആനകൾ വളച്ചൊടിച്ചത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന പള്ളിവേട്ട ഭക്തി നിർഭരം. ഞായറാഴ്ച നടക്കുന്ന ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി പഴയ കൊച്ചിൻ പാലം ഓർമ്മയാകുന്നു. 110 വർഷം മുമ്പ് നിർമ്മിച്ച കൊച്ചിൻ പാലം പൊളിച്ചു നീക്കാൻ സർക്കാർ നടപടിയായി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് നൽകി കേരള വിഷൻ NH അൻവർ ട്രസ്റ്റ്. മന്ത്രി ആർ ബിന്ദു തൃശൂർ DMO ഡോക്ടർ TP ശ്രീദേവിക്ക് ആംബുലൻസിന്റെ താക്കോൽ കൈമാറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.